സോ ഹാ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ചാനലിൽ ഈ ഒരു പ്ലേലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗോലാങ് പഠിക്കാനാണ്. സോ നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു ലാംഗ്വേജ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോഡേൺ ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഗോല എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രീതിയിലും നിന്നാണ് നമുക്ക് പോകുന്നത്. ലൈക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ലൈക്ക് എന്തൊക്കെ നമ്മൾ പഠിക്കും, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ഗോ പഠിക്കുന്നത്, ലൈക്ക് ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഗോൻ്റെ പരമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യും സ്വന്തമായിട്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ സംഭവം എന്ത് ചെയ്യണം, നമുക്കിത് ലൈവായിട്ട് സെർവറിൽ ആഡ് ചെയ്യണം. സോ എങ്ങനെ അതും സെർവറിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നും എങ്ങനെ ഫ്രീ ആയിട്ടും അത് സെർവറിൽ ആഡ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് നോക്കാം, എല്ലാ രീതിയിലും നോക്കാം. സോ ദിസ് വിൽ ബി ലൈക്ക് ഒരു നമ്മളൊരു ബാക്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഐ എം നോട്ട് ഷുവർ ലൈക്ക് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ടോക്കിംഗ് അബൌട്ട് മീ, ഞാനൊരു ഗോ ഡെവലപ്പറാണ്. കറൻ്റ്ലി അഡോബിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദെൻ. സോ ആദ്യം തന്നെ നമുക്ക് ഗോനെ കുറിച്ച് പരിചയപ്പെടാം. അതിൻ്റെ കീ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗോ എന്നുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളാണ്. സോ അതെന്ന് പറയുമ്പോൾ മെയിൻലി അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് C++, അതേപോലെ പൈത്തണും ഇതൊക്കെ അവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നി ലൈക്ക് വൈ വി ജസ്റ്റ് നീഡ് ടു യൂസ് ലൈക്ക് ദാറ്റ്, അവർക്ക് തന്നെ ഒരു ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവർ തുടങ്ങിയിട്ടുള്ള ഒരു ഗൂഗിൾ ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഗോ എന്നുള്ള ലാംഗ്വേജ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടും അതേപോലെ എഫിഷ്യൻ്റായിട്ടും പെട്ടെന്ന് വായിക്കാനും ഇതാണ് മെയിൻലി അവർ ആ ഒരു ലാംഗ്വേജിനെ അവർ ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കാരണം. സിംപ്ലിസിറ്റി, അതേപോലെ എഫിഷ്യൻറ്റ്, പെർഫോമൻസ് പരമായിട്ടും എല്ലാ രീതിയിലും നല്ലൊരു ലാംഗ്വേജ്, അതാണ് അവരുടെ ഒരു വിഷനായിരുന്നത്. സോ നമുക്ക് കീ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ലൈക്ക് ഗോൻ്റെ എന്താണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, സിംപ്ലിസിറ്റി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു സിൻടാക്സ് ആണ് നമുക്ക് ഗോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഇൻറ്റൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും വൃത്തിയിൽ ഞാൻ ഗോ എന്ന് പറയുമ്പോൾ കുറേ ലിൻഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ലൈക്ക് നമ്മളിപ്പോൾ ഒരു ലൈൻ ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഭയങ്കര വലുപ്പത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലിൻഡ് എററായിട്ട് കാണിക്കും. അതിപ്പോൾ നോർമലി എല്ലാ ലാംഗ്വേജിലും കാണിക്കും. പക്ഷേ ഗോ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ റീഡബിലിറ്റിയും പെട്ടെന്ന് മനസ്സിലാക്കാനും, ഇപ്പോൾ ഒരാൾ പോയിട്ട് വേറൊരാൾ വരുമ്പോൾ അയാൾക്ക് ആ ഒരു കോഡ് മനസ്സിലാവാനോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിംപ്ലിസിറ്റി നമുക്ക് ഗോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് കൺകറൻസി. അപ്പോൾ കൺകറൻസി എന്ന് പറയുമ്പോൾ ഇതിനൊരു ഗോ റുട്ടീൻ ഉണ്ട്, ഗോ ചാനൽസ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റാണ്, ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിലാണ് ഇപ്പം സ്റ്റിൽ ഉള്ളത്. സോ അതിൽ തന്നെ നമുക്കൊരു ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഒരു ഭാഗം ഞാൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ള പോലെയും വേറൊരു ഭാഗം എൻ്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഹാൻഡിൽ ചെയ്യും എന്നുള്ള പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺകറൻസി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രൊജക്റ്റിൽ തന്നെ ഒരേ ബാക്ക് എൻഡ് തന്നെ ഞങ്ങൾക്ക് കൺകറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വില വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈവൻ ഗോ റൂട്ടീൻസ് ആയിട്ടുള്ള റൂട്ട്സ് ചെയ്യാം. ഒരു വെബ്സൈറ്റിൽ തന്നെ പല റൂട്ടുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മിൻട്രയിലാണെങ്കിൽ ടോപ്സിനൊരു സെക്ഷൻ, ജീൻസിനൊരു സെക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് റൗട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും എല്ലാത്തിനും ഗോ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗോ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു ലാംഗ്വേജാണ് ഗോ. ലൈക്ക് മെയിൻ തിങ് ഈസ് ലൈക്ക് അത് എന്ന് പറയുമ്പോൾ ഒരു C ലാംഗ്വേജ് പോലെയാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഡയറക്റ്റായിട്ട് അതിന് നേരിട്ട് മറ്റേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെഷീൻ ലാംഗ്വേജായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും പെട്ടെന്ന് നമ്മുടെ പ്രോസസ്സിങ് വേഗം നടക്കും. റാദർ ദാൻ പൈത്തൺ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ലൈക്ക് ഓഫ് കോഴ്സ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിന് വരെ എത്തിക്കണം അല്ലേ. പക്ഷേ ഗോ എന്നുള്ളത് നമ്മൾ അടിക്കുന്നത് ഒരു കമ്പൈൽ ലാംഗ്വേജ് ആണ്, കമ്പൈൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റിംഗ് ടു ലൈക്ക് ദ മെഷീൻ ഇറ്റ് സെൽഫ്. സോ
നേരെ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഗോ ഈസ് റിയലി ഗുഡ് വിത്ത് ദ പെർഫോമൻസ്. സോ മെനി ലൈക്ക് എനിക്ക് തന്നെ അറിയാം കുറേ പ്രൊജക്ട്സ് ലൈക്ക് ബാക്ക് ആൻഡ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഈ API പ്രൊജക്ട്സ്, അതുപോലെ തന്നെ ക്ലൗഡ് പ്രൊജക്ട്സ് എല്ലാം മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഗോയാണ്. കാരണം ഇറ്റ്സ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത്ര അടിപൊളിയാണ്. വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഡാറ്റ പെട്ടെന്ന് എഫേർട്ട്ലെസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അധികം സമയം കൊടുക്കാതെ, അധികം ഓവർ സമയം എടുക്കാതെ പെട്ടെന്ന് കൊടുക്കുക. ലാഗ് വരുത്താൻ പാടില്ലല്ലോ. എത്രയും പെട്ടെന്ന് എങ്ങനെ ഡാറ്റ എത്തിക്കണം, അതായല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷൻ. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗോ അടിപൊളിയാണ്. ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് ഗാർബേജ് കളക്ഷൻ. ഗാർബേജ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മെമ്മറി മാനേജ് ചെയ്യുക എങ്ങനെയാണെന്ന്, ലൈക്ക് ഇപ്പോൾ നമ്മളുടെ ഗോ പ്രൊജക്റ്റിൽ കുറേ മെമ്മറി ലൈക്ക് ഇപ്പോൾ A=10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്തു. പിന്നെ നമുക്ക് അത് എവിടെയും ഉപയോഗിക്കുന്നില്ല, അതങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു A=10 എന്നുള്ളത് എന്താ ഒരു ഗാർബേജ് ആണ്, അത് നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഗോ നമുക്കതൊരു എററായിട്ട് കാണിക്കും. പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു പൈത്തണിലെങ്ങാനും പോയിട്ട് A=10 എന്ന് കൊടുത്തു, എന്നിട്ട് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്നും കൊടുത്തു, നത്തിങ് ഹാപ്പൻസ്. ലൈക്ക് പൈത്തൺ A=10 അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, പ്രിൻറ്റ് ഹലോ വേൾഡ് വർക്ക് ആവുകയും ചെയ്യും. പക്ഷെ അതങ്ങനെ നമുക്ക് ഗോയിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. ഗോയിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എറർ കാണിക്കും, ഇത് എവിടെ ഉപയോഗിക്കുന്നില്ല, ഇത് കള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് ആ കമ്പൈലിൽ അല്ലെങ്കിൽ ആ ടെർമിനലിൽ നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും. സോ ഗാർബേജ് കളക്ഷൻ്റെ കാര്യത്തിൽ ഗോ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു മെമ്മറി അവിടെ വെക്കില്ല, ആവശ്യമുള്ള മെമ്മറികൾ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മെമ്മറി ലീക്സും അതേപോലെ ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യും, ഗോ പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറി, ജസ്റ്റ് ലൈക്ക് പൈത്തൺ. ലൈക്ക് പൈത്തണിൽ ഭയങ്കര ലൈബ്രറീസ് അവൈലബിൾ ആണ്. ലൈക്ക് ഇപ്പോൾ പൈത്തണിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാക്കേജ് ഡൗൺലോഡ് ചെയ്യാം, പിപ്പ് ഇൻസ്റ്റാൾ ഐ തിങ്ക് പൈറ്റ്യൂബ്. അത് നമുക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലുള്ള വീഡിയോയും ഓഡിയോയും ഒക്കെ നമുക്ക് പൈത്തൺ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ലിങ്ക് കൊടുത്താൽ മതി. ലൈക്ക് യൂട്യൂബിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കോഡ് തന്നെ അതെന്ത് ചെയ്യും, നമുക്കൊരു വീഡിയോ ഫയലായിട്ട് നമുക്ക് കിട്ടും. ഈവൻ ദോ നമുക്ക് പുറത്തുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് പുറത്തുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ആഡ് കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഒരു ഡെവലപ്പർ ആണെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാക്കേജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കേജ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നേരെ എടുക്കാൻ പറ്റും. ഈവൻ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. ലൈക്ക് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് മൈ ലേണിംഗ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഗോയും നമുക്കൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമുക്ക് പല പല ഫംഗ്ഷൻസ് ഉപയോഗിക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനും ഒക്കെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് ഗൂഗിൾ ലൈക്ക് ടൂളിംഗ്. സോ കോഡ് ഫോർമാറ്റിംഗ്, ടെസ്റ്റിംഗ് പർപ്പസൊക്കെ ഗോ അടിപൊളിയാണ്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞു, ലൈക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർ എ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിളായി പറയാം, ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, മിൻട്രയ്ക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാം. അപ്പോൾ നമുക്ക് ടോപ്സിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ എന്താണ് നമുക്ക് ഡാറ്റ വരുന്നുണ്ട്, ജീൻസിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഡാറ്റ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ലൈക്ക് /tops/jeans എന്നുള്ള അങ്ങനത്തെ ഒരു സബ് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ ഒരു റിക്വസ്റ്റ് ലൈക്ക് എനിക്ക് എല്ലാ ജീൻസും തായോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കോഡ് എറർ ഇല്ലാണ്ട് വർക്ക് ആവുന്നുണ്ടോ, ആ റൗട്ട് എറർ ഇല്ലാണ്ട് വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ടെസ്റ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും, പിന്നീട് ആ റൗട്ട് റൺ ആകുമ്പോൾ എറർ വന്നിട്ട് ഇഷ്യൂ വന്നേക്കാം. സോ ആ റൗട്ട് ഇഷ്യൂ വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ ഗോ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് ഗോ ടെസ്റ്റിങ്ങിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് തരുന്നുണ്ട്. സോ അതും കൂടി പറയാനാണ് ലൈക്ക് ടൂളിംഗ് ഇറ്റ്സ് എ കീ ഫീച്ചർ ഫോർ ഗോ. സോ ഇങ്ങനെയൊക്കെയാണ് ഗോൻ്റെ ഇൻട്രൊഡക്ഷൻ. സോ നമ്മൾ അവസാനം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ വെബ് ആപ്ലിക്കേഷൻ ഇൻ ഗോ, ഒരു പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. പിന്നെ അതിങ്ങനെ ഹോസ്റ്റ് ചെയ്യും, ലൈക്ക് എവിടെയെങ്കിലും നമ്മളിട്ടിട്ട് നമ്മളത് അടിപൊളിയായിട്ട് കാണും. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പോകുന്ന വഴിയിൽ നമ്മൾ കൂടുതൽ ലൈക്ക് നമ്മൾ HTML അത് പഠിക്കും. ലൈക്ക് റിയാക്റ്റാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ കൂടുതൽ റിയാക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ React.js വെച്ചിട്ട് നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, സിമ്പിളായിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ. അതിലത്തെ ബാക്ക് എൻഡ് എന്നുള്ളത് നമ്മുടെ ഗോ ആയിരിക്കും അങ്ങനെ. സോ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗോ ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ആയിട്ട് ലൈക്ക് ബാക്ക് എൻഡ് ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. So yeah, that's all.